എല്ലാ മാധ്യമപ്രവർത്തകർക്കും സ്വാഗതം. ID എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിഷയമാണ്. നമുക്കറിയാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ വഴിയും അഡൽട്ടായിട്ടുള്ള പല വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നായിക അടുത്തുണ്ട്, പല നടീനടന്മാരും പലവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ പ്രത്യേകിച്ച് നായികമാർ. നമുക്കറിയാം എനിക്ക് പേജ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിലൊരു പേജ് ഞാൻ കണ്ടെത്തുകയും ആ പേജിൻ്റെ പുറകെ നടന്ന് കണ്ടെത്തിയ ഒരു വിഷയമാണ്. ശരിക്കും പേജ് പറയുന്നത് എന്നാലും പറയാം, നടികൾ വെടികൾ എന്ന് പറഞ്ഞൊരു പേജ്, അതിൽ നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു സെക്സ് മാർക്കറ്റ് നടക്കുന്നുണ്ട്. അതിലകപ്പെട്ടു പോകുന്ന, ഇല്ലെങ്കിൽ അതിലേക്ക് വലിച്ചടിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജമാണിക്യ സിനിമയിലെ ഒരു പാതിരാത്രി ചെന്നിട്ട് ചേട്ടൻ ഈ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചേട്ടാണ്. അപ്പം ചേട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പം രാവിലെ വരാൻ സുരേഷനാണ് പറഞ്ഞത് രാവിലെ നമുക്ക് പോയി കാണാം. ഞാൻ ചെല്ലുമ്പം സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സുരേഷ്, എൻ്റെ കൺട്രോളർ സുരേഷനാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഥ ഓക്കെ ആണോ എന്ന് അറിയണോ, രാവിലെ 9 മണി ആയപ്പോൾ വിളിച്ചത്. അപ്പോൾ സുരേഷ് നമ്മുടെ ഞാൻ ചെന്ന് നമ്മുടെ ഷട്ടിൽ ബാറ്റ് വിളിച്ചോണ്ടിരിക്കുക, തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലേക്ക് അപ്പം ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഞാനും സുരേഷനും പിന്നെ എൻ്റെ ഒരു ഏടി ജെറിയുണ്ട് ഷട്ടിൽ വിളിച്ചിട്ടിരിക്കുന്നു. ഇല്ല, ഞാൻ സുരേഷിനും കൂടി വന്നു. ആ സമയത്താണ് ധ്യാനചന്ദ്രൻ പോയിട്ട് കഥ വായിച്ചിട്ട് കണ്ടന്റ് കൊള്ളാം, നമുക്ക് കുറച്ച് പണിയെടുത്താൽ പടം വർക്കാവും എന്നൊരു സംഭവം പറയുന്നത്. അല്ല, ഇതൊരു അവയർനെസ്സും കൂടെ ആയി സിനിമ കൊണ്ട്. അതിന്റെ പുറകെ പോവുകയും അതിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേജിൽ ഏതൊരു കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ഇവര് ചോദിച്ചു, ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇൻബോക്സ് വരാൻ പറഞ്ഞു. എനിക്കൊന്നും ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? പിന്നെ മെമ്പർ ആവാൻ എന്തെങ്കിലും ടെസ്റ്റോ ക്വാളിഫിക്കേഷനോ വേണ്ട? ഇതുപോലെ സാധനം അപ്രൂവ് ചെയ്തോ? എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ആരും എനിക്കൊന്ന് ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാത്ത കാലമാണ്. ഫേസ്ബുക്ക് മാത്രമല്ല, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, നമ്മളിതെല്ലാം പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും. ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് എന്നെ ചോദിച്ചു, ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൈലബിൾ ആണ്, 10,000 രൂപ, അതിൽ 5,000 രൂപ ഇപ്പം അഡ്വാൻസ് ആവും. അല്ലല്ല, 5,000 രൂപ നേരിട്ടാണ് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് സ്ഥലത്ത് വരികയും അങ്ങനെ ഈ 5,000 രൂപ കൊടുക്കുകയും 5,000 അല്ല കൊടുക്കുകയും 5,000 രൂപ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോടൊരു ഫ്രണ്ട്ഷിപ്പ് മൂഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് ബിസിനസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിക്കപ്പെടുകയും നടക്കാതായപ്പോഴേക്കും പിന്നെ ഇവന്മാർക്കെതിരെ ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ആളാണ്. സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ വിഷമമുണ്ട്, ഇപ്പോഴും ഉണ്ട് മുഖത്ത്. 5,000 രൂപ പോയതിന്റെ. മറ്റു ജില്ലകളെ സംബന്ധിച്ച് കൊച്ചി കുറച്ചുകൂടെ സെക്സ് റാക്കറ്റ് ആക്റ്റീവ് ആയിട്ടൊരു ജില്ലയാണെന്ന് കരുതുന്നുണ്ടോ? നീ ആ ക്യാമറയുടെ പുറകിൽ കളിച്ച് നിൽക്കുകയാണ്. മറ്റു ജില്ലകളെക്കാൾ കൂടുതൽ സെക്സ് റാക്കറ്റ് ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത് കൊച്ചിയിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് പ്രശ്നം കിട്ടുന്നതിന് മറുപടി. ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചത്. അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥയാണ്. മലയാളത്തിൽ വളരെ ചുരുക്ക ചിത്രങ്ങളിലാണോ ഉള്ളത്, പക്ഷെ എപ്പോഴും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടാണ് അറിയപ്പെടുന്നത്.
അപ്പോൾ ഒരു മലയാളത്തിൽ ചിത്രം ചൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കഥാപാത്രം അത്ര ഡെപ്ത് ഉണ്ടാവുമെന്ന് ചിന്തിക്കായിരിക്കും. ഇപ്പോൾ ഇതിനകത്തുള്ള ഐഡിയയുടെ കഥാപാത്രം എത്രത്തോളം ഡെപ്ത് ഉണ്ട്? ഇതാ വിക്ടിം ഫേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുമൊക്കെ ആണ് ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൽ പോർട്രേ ചെയ്യണേ. അപ്പോൾ ഐ മീൻ ഇവനെ ഒരു വിക്ടിം ആവുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു, അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു. ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം, പക്ഷേ വാട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് ത്രൂ, അത് ദാറ്റ് എംബാരസ്മെൻറ്റ് ആൻഡ് എവറിത്തിങ്, അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെ ആ ഒരു സിനിമയിൽ ഈ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും. ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മൾ എത്ര 100% നമ്മൾ കൊടുക്കാൻ നോക്കും. സോ ലെറ്റ് സി. ഐ ഹോപ്പ് ഇപ്പോൾ നമ്മൾ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ്, അത് ആക്ച്വലി ഇത് ഒരു അവയർനെസ് പോലെ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ മേക്ക് എ ഇമ്പാക്ട്. ചേട്ടാ, ഫ്രൈഡേ സ്റ്റാർ എന്നുള്ള പേര് അങ്ങനെ കീപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഫ്രൈഡേ സ്റ്റാർ ഫ്രൈഡേ സ്റ്റാർ എന്നുള്ള പേര് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനുള്ള പരിപാടിയാണോ? നല്ല പേരല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഒരു സിനിമ ഉണ്ടാകുന്ന വലിയ ഭാഗ്യമല്ലടാ. പിന്നെ അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു, നമ്മളുടെ പ്രസ് മീറ്റ് നമ്മൾ തന്നെ എപ്പോഴെത്ര കാണും. നീ ചോദ്യം ചോദിക്കും, ഇതൊക്കെ മിസ് ചെയ്യണോ? നിങ്ങളൊക്കെ മിസ് ചെയ്യും. നമസ്കാരം. ഇപ്പം എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒന്നുകൂടെ വ്യത്യസ്തമാകാൻ ശ്രമിക്കാറുണ്ട്. അപ്പം സ്ഥിരം അമ്മ കഥാപാത്രങ്ങൾ എന്നൊരു പേരുണ്ടായിരുന്നു, മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. അല്ല, ചെയ്തു വരുന്ന കഥാപാത്രം ലാസ്റ്റ് ചെയ്തത് ജഡ്ജിയായിട്ടായിരുന്നു. അപ്പം ഇതിലെ കഥാപാത്രം എങ്ങനെയാണ്? വിശ്വാസം വരുന്നില്ല. കണ്ടു ഞാൻ ഹൈദരാബാദ് അതങ്ങനെ ഇതിനകത്ത് ഇടി കൊണ്ടുവന്ന ഒത്തിരി സീനുണ്ട്. ഒരു നാഷണൽ തുടക്കത്തില് ആണോ? അല്ല, അറിഞ്ഞു കൊടുക്കാറോ? പിന്നെ പറയുന്ന ചോദിച്ചു അത് തന്നെ എന്നോട് ഈ കഥാപാത്രം അടുക്കള അത്രേ ഉള്ളൂ. അല്ല, എപ്പോഴും നമ്മൾ സംസാരിച്ചപ്പോൾ കറങ്ങി കേട്ടിട്ടുണ്ട്, എനിക്ക് വേറൊരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ട്. എനിക്ക് അടുക്കള പുറത്തല്ലേ അമ്മ കഥാപാത്രം. ഇന്റർവ്യൂ പ്രസ് മീറ്റ് അതായത് സ്ഥിരം കഥാപാത്രം പോലെ അമ്മ കഥാപാത്രമല്ല, അടുക്കള പുറത്ത് മാത്രം നിൽക്കുന്ന കഥാപാത്രങ്ങളല്ലാതെ എനിക്ക് വേറെ. നീ അതെന്നോട് പറഞ്ഞേ, ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ, കഥാപാത്രം മാറ്റി ചെയ്യേണ്ടത് ആഗ്രഹമുണ്ട്, കിട്ടണ്ടേ. നമുക്ക് ഡിമാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല. നമ്മൾ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ നോക്കാം. ഞാൻ ഇപ്പം കുറച്ച് മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞു, എനിക്ക് വില്ലൻ വേഷമൊക്കെ കിട്ടും, പക്ഷെ മക്കൾക്ക് ഈ അടുക്കളയിൽ ചോറിനകത്ത് വിഷം ഒഴിച്ച് അതായിരിക്കും എൻ്റെ വില്ലൻ വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചതിന് ഒരു ഉത്തരവാദിത്തം, ഈ മീഡിയ ഇതില്ലേ നിങ്ങളിടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും, വീട്ടിലിരിക്കുന്നവരുടെ തുമ്മലും കുറയും. ക്യാപ്ഷനൊക്കെ ഒന്ന് വൃത്തിയാക്കി, അത് നിങ്ങൾ എല്ലാവരെയും കിട്ടിയ സമയത്താണെന്ന് പറയാം. ഇച്ചിരി ക്യാപ്ഷൻ അത് നോക്കിയിട്ട് കാണാതെ തെറിവിളി പറയും. അവർക്ക് അന്നാലല്ലേ ആൾക്കാർ കാണുന്നില്ല. നമ്മളങ്ങനെ ഞാൻ ഇതേ ജോലിയാണ്, ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരിയൊക്കെ പറ പ്രശാന്തിനോട്. ചേട്ടാ, ഈ സിനിമയിലെ കഥാപാത്രം കുറച്ച് വില്ലനാണോ? അത് ഇതിലും വില്ലൻ തന്നെയാണ്. അല്ല, വില്ലനല്ല, വില്ലനായി പോകുന്നതാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക്. ഫൈനലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വരുന്ന എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ പോലെ, ആന്റി ഹീറോ പോലത്തെ ഒരു ഐറ്റത്തിലാണ് വന്നിരിക്കുന്നത്.
1000 Babies-ൽ പല ഐഡിയ സർപ്രൈസ് ഞാൻ ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഏറ്റവും വലിയ സിനിമയാണ് ID എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. ഒരുപാട് സന്തോഷമാണ് വരാൻ പറ്റിയത്. നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ സിനിമ, അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്താണ്. ആൻഡ് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെ വെറുതെ ഒന്നും പാളി തേടി വന്നാണ്. നിങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ധ്യാനിനെയും എനിക്കൊന്ന് മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം അത്യാവശ്യം പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞു തോന്നുന്നു. അല്ല, 1000 Babies കണ്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി, താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഇവിടെ വീണ്ടും വർത്താനം പറയുന്ന ഒരു അവസരം തന്നതിന് വളരെ നന്ദി. ആ നിങ്ങളുടെ പ്രൊമോഷൻ ഗംഭീരമായിട്ട് നടക്കണം. അല്ലേ ഉറക്കൂ പ്രമോദ് അവിടെ തള്ളിക്കോ. എക്സ്പീരിയൻസും അല്ല, ഞാൻ വിചാരിച്ചേ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ 8 പേരിൽ കുറയാതെ വേണമെന്ന് ഇവരോട് പറഞ്ഞതുകൊണ്ട് എന്നെ എണ്ണം നയിക്കാനെങ്കിൽ അത് തീർക്കാണ് ഞാൻ ആദ്യം കരുതി. പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് തേങ്ങ ഇടാൻ വരുമ്പോഴേ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ 500 തേങ്ങ എണ്ണി മാറ്റി തിരികട പോകാൻ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇടാൻ വെച്ചിരിക്കാന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അതുകൊണ്ട് ഇവരോട് പറഞ്ഞു. വളരെ സന്തോഷം. അപ്പൊ 5-ാം തവണ ക്ലിയർ ചെയ്തത് വളരെ സന്തോഷം. ഇതിനകത്ത് ഒരു നല്ല സീൻ ഇങ്ങനെ ഒന്നിച്ച് അഭിനയിക്കാൻ പറ്റി, വലിയ സന്തോഷം. എന്താ പറയുന്നത്, ഈ സിനിമ നല്ല സിനിമയായിരിക്കാം. ഉറപ്പായിട്ടും നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ 2 മണിക്കൂറിന് വേണ്ടി മാറ്റി വെക്കണം ഒരു നല്ല സിനിമ. നമുക്ക് ഇങ്ങനെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഈ സിനിമയിലൂടെ നമുക്ക് ഇതിനെതിരെ ഇങ്ങനെ ഞങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരാളുടെ കൂട്ടത്തിൽ ഞാനും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷം. ഇതിനോടൊപ്പം ഉണ്ടാകും കേട്ടോ.